This is Shal. Welcome back to another video. You're watching Kefotech YouTube channel. So guys, അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ നമ്മൾ ടെക്നോളജി അല്ല കിടിലൻ ടെക്നോളജിയുടെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ഹാക്കിംഗ് സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റീസണൊക്കെ പിന്നെ പറയാം. അപ്പം ഈ ഒരു വീഡിയോ എന്താ ടെക്നോളജിയുടെയും കാര്യങ്ങളൊന്നും ഇടാഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ഹാക്കിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ഹാക്കിംഗ് സീരീസ് നമ്മൾ എന്തായാലും ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഫസ്റ്റ് വീഡിയോയ്ക്ക് വേറെ വിഷയമൊന്നുമില്ല. കാരണം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് അതിന് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രാക്ടിക്കൽ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ യൂട്യൂബർ ഇങ്ങനെ ഹാക്കിംഗ് കണ്ടന്റ് ഒന്നും സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ അവർ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നില്ല. നമ്മുടെ ചാനൽ വെറുതെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിലേക്ക് 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാനലൊക്കെ പൂട്ടി വീട്ടിയിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു സീരീസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. അതിന് പകരം നല്ല കിടലൻ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഉടനെ തന്നെ ഈ ചാനൽ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. പിന്നെ ഈ ഹാക്കിങ്ങിൻ്റെ ആ ഒരു സീരീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റയുടെ ID കൊടുത്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞങ്ങളോട് മെസ്സേജ് അയക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ കയറി നമ്മളോട് പറയുവാണെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഹാക്കിങ്ങിൻ്റെ സീരീസ് നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മാത്രം നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ MI ഫാൻസുകാരായിരിക്കും മിക്കവാറും വീഡിയോ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തംബ്നെയിൽ അങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു MI ഫാൻസിന് വിഷമം വരുന്നൊരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മൾ പഴയ വീഡിയോസൊക്കെ ഞാൻ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ ആഴ്ചയിലും ടെക് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് നാളായിട്ട് അതൊന്നും ആ ഒരു വീഡിയോ കണ്ടൻറ്റ് കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു ടെക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ ഗൂഗിളിൽ കയറി തപ്പിക്കൊണ്ടിരുന്ന ടൈമിലാണ് ഈ ഒരു ന്യൂസ് കണ്ടത്. അപ്പോൾ അത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ആയത്. സോ അപ്പോഴത്തെ ടോപ്പിക് ഇതാണ്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ MIക്കാർ അവരുടെ 10th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനോട് ഭാഗമായിട്ട് അവരൊരു 2 സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ Redmi K30 Ultra എന്ന് പറയുന്നത്, അതുപോലെ തന്നെ MI 10 Ultra എന്ന് പറയുന്ന 2 ഫോണുകളാണ് അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ 2 ഫോണുകളുടെ ലോഞ്ചിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ 2 ഫോണുകളും ചൈന എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഈ 2 ഫോണുകൾ ഇറക്കുന്നത്. അങ്ങനെയാണ് ആൻഡ്രോയിഡ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു റീസൺ അവർ പറയുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ റെഡ്മി ഫോണുകൾ അല്ല റെഡ്മിക്കാർ നമ്മൾ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് കില്ലർ എന്നാണ് അവർ ടാഗ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് നല്ല മാക്സിമം സ്പെസിഫിക്കേഷനാണ് അവർ തരുന്ന ഫോൺ. അത് ഇറക്കിയിരിക്കുന്ന എല്ലാ ഫോണിലും മിനിമം ബഡ്ജറ്റിൽ നല്ല കിടലൻ ഫീച്ചറുമായിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഫോണുകളിൽ ഏകദേശം അവർ എസ്റ്റിമേറ്റ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം സാംസങ് ഗാലക്സി S20യും പിന്നെ iPhone 11 ആ ഒരു റേഞ്ചിനോടാണ് അവർ പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം അതിൻ്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1 lakhിനോട് അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു റേറ്റാണ് അവർ പറഞ്ഞത്. ഇതാണ് അവർ റീസൺ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഫോണുകളുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ Redmi K30 Ultra എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെ ആണ്. അപ്പോൾ Redmi K20 Pro സീരീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ കിടലൻ പെർഫോമൻസും കിടലൻ ഫീച്ചറുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് K30 Ultra'യിലും അവർ കൊടുത്തിരിക്കുന്നത് നല്ല കിടലൻ ഫീച്ചേഴ്സാണ്. അതായത് ഫസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ഡിസ്പ്ലേയുടെ കാര്യം ഡിസ്പ്ലേ തൊട്ട് പറയാം. അപ്പോൾ ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 6.67 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് GP പറയുകയാണെങ്കിൽ മാലിയുടെ GP ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് അടുത്ത പറയുന്നത് വെച്ചാൽ പ്രോസസ്സറാണ്. ഇതിൻ്റെ ഏറ്റവും ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സർ ഏതെന്ന് പറയുകയാണെങ്കിൽ 1000+ MIഡിയാടെക്കിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയാണ്. അതായത് 5G സപ്പോർട്ടഡ് ആയിട്ടൊരു പ്രോസസ്സർ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് അതിൻ്റെ അതിൽ വരുന്ന OS നോക്കുകയാണെങ്കിൽ Android 10 എന്ന് പറയുന്ന OS ആണ്. അത്യാവശ്യം നല്ലൊരു OS തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ വരുന്ന OS ഏതാണെന്ന് വെച്ചാൽ Android 10 OS ആണ്. അതുപോലെ തന്നെ അടുത്തതിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പാണ്. ക്യാമറ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. അതായത് 64 MB ഒരു മെയിൻ ക്യാമറ, അതുപോലെ തന്നെ 30 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും, അതുപോലെ തന്നെ ഒരു 5 MB മാക്രോ ലെൻസും, ഡെപ്ത് സെൻസിങ്ങിനായിട്ട് ഒരു 2 MB ഒരു ക്യാമറ അവർ കൊടുത്തിട്ടുണ്ട്. കിടലൻ കോഡ് ക്യാമറ സെറ്റപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അടുത്തതിനകത്തൊരു വരുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യമാണ്. ബാറ്ററി ബാക്കപ്പ് ഏകദേശം ഒരു 4500 mAh കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജറിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫുൾ ചാർജായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ സ്പെക്ക് കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലൊരു ഇമ്പ്രഷൻ തോന്നിയൊരു സ്പെക്ക് ഏതാണെന്ന് വെച്ചാൽ MI 10 Ultra എന്ന് പറയുന്നൊരു ഫോണിൻ്റെ സ്പെക്കാണ്. പിന്നെ അത് മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീനിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് പറയുന്നത് 120 Hz ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ പ്ലസ് OLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന പ്രൊസസ്സർ ഏതാണെന്ന് വെച്ചാൽ Qualcomm Snapdragonൻ്റെ 865ൻ്റെ ഒരു പ്രൊസസ്സറാണ്. അതും ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ തന്നെയാണ്. അതുപോലെ തന്നെ 5G സപ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊസസ്സറാണ്.
അപ്പോൾ അടുത്തായിട്ട് ഇതിൻ്റെ ക്യാമറ സ്പെക്കാണ്. ഇതിൻ്റെ ക്യാമറയെ പറയുന്നത് 120x സൂമിംഗ് ആണ് ഇതിൻ്റെ അത് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പും അത് തന്നെ കോഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ അത് വരുന്നത്. അതായത് ഒരു 48 MB ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ ടെലി ഫോട്ടോഗ്രാഫിക്കൊക്കെ ഒരു 48 MB ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ തന്നെ ടെലിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു ടെലിക്ക് വേണ്ടി തന്നെ ഒരു 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു വൈഡ് ആംഗിളിന് 12 MB കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് 8K വരെ സപ്പോർട്ടഡ് ആണ് വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഫ്രണ്ട് ക്യാമിൻ്റെ വരുവാണെങ്കിൽ 20 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാം വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ 120 FPS അതിനകത്ത് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ എല്ലാം ഇതിൻ്റെ അകത്ത് 120 ഒരു എന്താണ് ഒരു ഹൈലൈറ്റഡ് ആയിട്ടാണ് എല്ലാം ഇതിൻ്റെ അകത്ത് 120 ആണ്. അതായത് സ്ക്രീനിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് നോക്കിയാലും 120, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് നോക്കി കഴിഞ്ഞാലോ 128 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഫുൾ ചാർജ് ഏകദേശം പറയുവാണെങ്കിൽ ഒരു 23 മിനിറ്റ് എന്നാണ് ഇവർ പറയുന്നത്. 23 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ആകുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് ബാറ്ററി എങ്ങനെ വരുന്നത് വെച്ചാൽ 2250 mAh 2 ബാറ്ററി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജ് ആയതുകൊണ്ട് തന്നെ 23 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 ഫോണുകളുടെ സ്പെക്കും കാര്യങ്ങളും. ഈ ഫോണിൻ്റെ സ്പെക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണും. ഓക്കെ, പക്ഷേ ഈ ഒരു ഫോണ് ചൈന എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ചിലർ ഈ K30 ഒക്കെ പോക്കോയുടെ റീബ്രാൻഡായിട്ട് വരുമെന്ന്, പക്ഷേ അവരും ഒഫീഷ്യലി അനൗൺസ് ചെയ്തു പോക്കോ റീബ്രാൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഒഫീഷ്യൽ അനൗൺസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചൈനയിൽ അവിടുത്തെ ഒരു എക്സ്ക്ലൂസീവ് ഫോണായിട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല, അതിന് കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നല്ല കിടുക്കൻ ടെക്നോളജിയായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.